എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് 4 മണി പലഹാരം പഴുത്തേക്ക, നല്ല ഭരിക്കച്ചക്ക, തേൻ ഭരിക്ക, നല്ല തേൻ മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ചക്ക നമുക്കിനി പലഹാരം ഉണ്ടാക്കാം. നന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ചമണി ഏപ്പമുണ്ട്, ഇതൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കി വെച്ചു. ഇനി അല്പം മൈദപ്പൊടി എടുത്തുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് അല്പം പഞ്ചസാരയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ബോണ്ടയ്ക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ തന്നെ അതേ ഒരു പരുവത്തിൽ തന്നെ ഇതും കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചുളയെടുത്തിട്ട് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ചീനച്ചട്ടി ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ബോണ്ട, ചക്ക ബോണ്ട കണ്ടില്ലേ, നല്ലോണം പൊരിഞ്ഞ് വന്ന് നല്ല മണവും. ഇപ്പോൾ സൂപ്പർ ബോണ്ടേ, ചക്ക ബോണ്ട. അപ്പോൾ വൈകുന്നേരത്തേക്കൊരു കടി, സൂപ്പർ 4 മണി പലഹാരം. അപ്പോൾ അടിപൊളി ബോണ്ട. ഇനി നമുക്ക് ഓരോന്നും തിന്ന് നോക്കാം. ഹായ്, സൂപ്പർ, അടിപൊളി അടിപൊളി, നല്ല ടേസ്റ്റുള്ള നല്ല. ഇനി നമുക്ക് കുറച്ച് ചായയും കുടിക്കാം. നല്ല ഏലക്കായിട്ട ചായ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.